വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് നേതാവും വാർഡ് മെമ്പറുമായ ജോസ് നെല്ലേടത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും വെച്ച കേസിൽ പുൽപ്പള്ളിയിലെ പ്രാദേശിക നേതാവ് തങ്കച്ചൻ ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് കൊലയാളി പാർട്ടിയായി മാറിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു. വീടിന് സമീപത്തെ കുളത്തിലാണ് ജോസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും വെച്ച കേസിൽ ജോസ് നല്ലേടം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പുൽപ്പള്ളിയിലെ പ്രാദേശിക നേതാവ് തങ്കച്ചൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ജോസിന്റെ മരണം. തങ്കച്ചന്റെ കേസിൽ ജോസ് ഉൾപ്പെട്ടതായി അറിയില്ല എന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അദ്ദേഹം ആരോപണ വിധേയനാണോ എന്ന് എനിക്കറിയില്ല. തങ്കച്ചന്റെ പരാതിയിൽ ആരുടെയും പേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് രംഗത്തെത്തി. കോൺഗ്രസ് കൊലയാളി പാർട്ടിയായി മാറിയെന്നും സാധാരണ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് പാർട്ടി ചെയ്യുന്നത് എന്നും റഫീഖ് ആരോപിച്ചു. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയും അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഏത് വിധേനയുമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ ഇരയായി അണികളെയെല്ലാം മരണത്തിലേക്ക് ഉൾപ്പെടെ തള്ളിവിടുന്ന നിലയിലേക്കുള്ള അങ്ങേയറ്റത്തെ ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു. ജോസ് നല്ലേടത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നാളെ വൈകിട്ട് പട്ടാണിക്കാപ്പ് ഉണ്ണീശോ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കും. മീഡിയ 1 വയനാട്.